എസ് തമ്മാൻ്റെ ഗാനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സ്ട്രീറ്റ് വൈസ് ജാം ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ വരുമ്പോൾ തന്നെ ആൾക്കാർ ആ പാട്ടിനൊപ്പം തന്നെ അങ്ങ് ഇളകി മറിയും. കാര്യം ആൾക്കാരെ ഇളക്കി മറിക്കാൻ വേണ്ടി തന്നെ ഗാനങ്ങൾ ചെയ്യുന്ന ആളെന്ന് തമാൻ നമുക്ക് പെട്ടെന്ന് ഒറ്റവാക്കിലെടുത്ത് പറയാം. ഇപ്പോൾ തമാൻ്റെ ഗാനങ്ങൾ എടുത്താലും ഈ തമാൻ വൈബ് ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്കുള്ള സ്റ്റാർസിൻ്റെ ഒരു വാല്യൂം കൂടെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്ക് മൈലേജ് കൂടുതൽ കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് ഒന്ന് വിജയ് ആയിരിക്കും, അല്ലെങ്കിൽ അല്ലു അർജുൻ ആയിരിക്കും, അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലുള്ളത്. ഇപ്രാവശ്യം പ്രഭാസിനൊപ്പമാണ് രാജാ സാബ് എന്ന് തുടങ്ങുന്ന ഗാനം. ഈ രാജാ സാബിനെ കുറിച്ച് പറയുമ്പോഴും ഇതൊരു ദേശി സുഹാഗ് കിട്ടുന്ന പാട്ടാണ്. കാര്യം അത് വേണ്ട എല്ലാ ചേരുവകളും തമാൻ അത് കൃത്യമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. തമാൻ ഗംഭീരമായിട്ട് പാട്ട് ചെയ്യും, പക്ഷേ അതിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ടെംപ്ലേറ്റ്സ് രീതി സെയിം തന്നെയാണ്. കാര്യം അതാണ് ഈ പാട്ടിൻ്റെ ഒരു വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. കാര്യം ഇതിപ്പം വലിയ സ്റ്റാർ കാസ്റ്റിനെ കിട്ടുന്നതുകൊണ്ട് മാത്രം ഇതിൻ്റെ വ്യൂസ് കൂടുന്നു എന്നല്ലാതെ പാട്ട് ഒരു പൂർണ്ണമായിട്ട് നമ്മളിങ്ങനെ സ്ട്രക്ചറായിട്ട് എടുത്ത് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന ഒരു ഓരോ പാട്ടിലും ഉണ്ടാകാവുന്ന വ്യത്യാസങ്ങൾ തമാൻ്റെ ഈ പാട്ടിൽ നമുക്ക് അത്ര ഫീലായിട്ട് കിട്ടുന്നില്ല. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെയാണ് സ്വാഗ് ക്രിയേറ്റ് ചെയ്യുന്ന ഗാനം, ജെൻസിക്ക് പറ്റിയ ഗാനം, അതുപോലെ തന്നെ ഫെസ്റ്റിവൽ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഗാനം. പ്രഭാസ് നേരത്തെയൊക്കെ കാണിച്ചത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡാൻസ് സ്റ്റെപ്പൊക്കെ വെച്ച് വളരെ ഒരു ഫീൽ ഗുഡായിട്ട് ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലമൊക്കെ പോലെ ഒരു ഫ്ലേവർ, ഒരു തിരുവിഴ ഒക്കെ പോലെ ഫീൽ ചെയ്യുന്ന ഒരു മോഡിലാണ് ഇവർ ഈ പാട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ തുടക്കം ബ്ലാസിൻ്റെ ഒരു റാപ്പോട് കൂടിയാണ് തുടങ്ങുന്നത്. അത് അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നാണ് പാട്ട് കൺവേർട്ട് ചെയ്ത് മെല്ലെ ആ ഫോക്കിൻ്റെ ഒരു ബേസിലേക്ക് പതുക്കെ പോയിട്ട് അതിൽ നിന്ന് അവരിങ്ങനെ കൺവേർട്ട് ചെയ്ത് പല രീതിയിലേക്ക് പാട്ട് മാറുവാണ്. ഡാൻസിന് പറ്റിയ മൂഡ്, സ്റ്റെപ്സിന് പറ്റിയ രീതിയിൽ ഒക്കെ ഇങ്ങനെ പോവുകയാണ്. പ്രേം രക്ഷിതാണ് ഇതിൻ്റെ കൊറിയോഗ്രഫി നിർവഹിച്ചിരിക്കുന്നത്. നാക്കുമുക്കിൻ്റെയൊക്കെ ചെയ്ത ആൾ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഭയങ്കര വലിയ സ്റ്റെപ്പുകളൊന്നും അങ്ങനെ കാണിക്കേണ്ട ഒന്നുമില്ല. കാര്യം പാട്ട് വളരെ എന്നാ പറയുന്നത്, ലിറിക്കലി നമ്മൾ നോക്കിയാൽ ഈ ദേശി ആയിട്ടുള്ള വാക്കുകളുണ്ടാവുമല്ലോ. നമ്മൾ നോർമലി എന്നാ പറയുന്നത്, നാട്ടിലൊക്കെ പറയുന്ന ചില വാക്കുകളുടെയൊക്കെ മിക്സ് വെച്ച് നമ്മളൊരു സോങ് ക്രിയേറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, ആ രീതിയിലാണ് ഇതിൻ്റെ അവർ ഫില്ല് ചെയ്തിരിക്കുന്നത്. ലിറിക്സ് കുമാറാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ DOP കാർത്തിക് പളനിയാണ്. കാർത്തിക് പളനി അത്യാവശ്യം വിഷ്വലിയൊക്കെ നമുക്ക് ഈ സോങ്ങിനോട് കുറച്ചും കൂടെ ഒരു നമുക്ക് എൻഗേജ്ഡ് ആവുന്ന രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ തമാൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, തമാൻ ഇടയ്ക്ക് ഒരു സെക്കൻഡ് സ്റ്റാൻസ, പ്രത്യേകിച്ച് ആ ഭാഗം വരുമ്പോൾ എപ്പോഴും ഒരു കോറസ് സെക്ഷൻ തമാൻ യൂസ് ചെയ്യാറുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ അത് ഇപ്പം വിജയുടെ ഇതിന് മുമ്പ് വന്ന പടമായിരുന്നെങ്കിലും അതിലും ഇതേ ടൈപ്പ് ഒരു കോറസ് സെക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇതിനകത്തെ നമുക്ക് ടോപ്പ് ഓഫ് ദ ലൈൻ എന്നൊക്കെ പറയാം. പ്രത്യേകിച്ച് അമ്മയെക്കുറിച്ച് പറയുന്ന ഒരു പോർഷനൊക്കെ വരുന്ന ഭാഗത്തിന് നമുക്കൊരു ഫീല് കിട്ടുന്ന നല്ല ഫീലാണ്. കാര്യം ആ ഭാഗം പിന്നെ അതിൻ്റെ ഇദ്ദേഹത്തിൻ്റെ തമാൻ്റെ പ്രത്യേകത ഓർക്കസ്ട്രേഷനാണ്. ഓർക്കസ്ട്രേഷൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോട്ടൽ ഒരു ബാങ്കർ എന്ന് പറയുന്നത് ശരിക്കും സ്ട്രീറ്റ് ഫീല് കിട്ടുകയും ചെയ്യും. എന്നാൽ ദേശി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്താനുള്ള ഒരു ഔട്ടും ഉണ്ട്. പക്ഷേ എന്നാലും തമാൻ്റെ സ്ഥിരം ഗാനങ്ങളുടെ ഒരു വെറൈറ്റി ഇതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് കണ്ടു നോക്കാവുന്ന ഗാനമാണ്. നിലവിൽ യൂട്യൂബിലൊക്കെ 25 മില്യൺ വിവിധ ഭാഷകളിലായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് തൽക്കാലം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കുറച്ചും കൂടെ നല്ല ഗാനങ്ങൾ തമാൻ സൃഷ്ടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്താം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളുമായി വരുന്നതായിരിക്കും. താങ്ക് യു.